അനുവേട്ട ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ആർക്കാണ് സാധ്യത? കാരണം ഇന്നിപ്പോൾ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം എം.എൽ.എമാരും കെ സി വേണുഗോപാൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ലാത്ത, കെ സി പ്രചരണത്തിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഓടി നടന്ന യോഗങ്ങളിൽ സംസാരിച്ചു എന്നൊക്കെ ഉള്ളതൊരു വസ്തുതയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി ഒരു പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഭൂരിപക്ഷം എം.എൽ.എമാർ അതൊരു അസ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഗൗതമേ, തീർച്ചയായിട്ടും ഇതൊരു അസ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഒരു 100 സീറ്റിന് മുകളിൽ ആദ്യമായിട്ടൊരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇതിനു മുമ്പ് 2001 63 സീറ്റ് കിട്ടുക. അതിനുശേഷമുള്ളൊരു വലിയ നേട്ടമാണ് കോൺഗ്രസ് കേരളത്തിൽ നേടുന്നത്. പക്ഷേ 63 സ്വതന്ത്രരോടുകൂടി 66 എം.എൽ.എമാരെ ഏകദേശം കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം. 63 പേര് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലും 3 സ്വതന്ത്രം, അതായത് പി കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരനെ, ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ വിളവെടുത്ത് അവർ തന്നെ വിത്തിറക്കുന്ന ഒരു സവിശേഷതയാണ്.